നീല അമരി ചെടി അത് മുടി വളരാനായിട്ട്, മുടി വളർച്ച കൂട്ടാനും മുടി കൊഴിച്ചിൽ തടയാനും ഉപയോഗിക്കുന്നു. നരച്ച മുടി കറുപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. പ്രശസ്തമായ നീലിപ്രങ്ങാതി എണ്ണയിലെ പ്രധാന ചേരുവയാണ് നീലയാമരി. സന്ധിരോഗങ്ങളിലും ഒക്കെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. മണ്ണിലെ നൈട്രജൻ കൂട്ടാനായിട്ട് ഈ ചെടി കഴിയും. നീല കലർന്ന പച്ച ഇലയാണ് ഇതിനുള്ളത്. നീലയാമരി നല്ലതാണ് എണ്ണ കാച്ചി തേച്ചാൽ. അതിൻ്റെ കൂടെ കയ്യൂന്നിയും കൂടെ ചേർത്താൽ നല്ലതാണ്. നീലയാമരി നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാവുന്നതിന്, പ്രത്യേകിച്ച് കൃഷി ചെയ്യുന്നതിന് പ്രത്യേകിച്ച് നമ്മൾ വളമൊന്നും ചേർക്കേണ്ടതായിട്ടില്ല. സൂര്യപ്രകാശം ലഭിക്കണം, നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളിലാണ് നീലയാമരി വളരുന്നത്. നീലയാമരി മുടി കറുപ്പിക്കാനായിട്ട് നീലയാമരി പൊടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഡൈ ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വീട്ടിൽ നീലപ്രങ്ങാതി എണ്ണ നമുക്ക് കാച്ചി വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന പ്രകൃതിദത്ത ഡൈ ഇതിൻ്റെ ഇലകളിൽ നിന്നാണ് പണ്ടുകാലം മുതലേ നീല നിറത്തിലുള്ള സ്വാഭാവിക ഡൈ ഉണ്ടാക്കുന്നത്. അകാല നര തടയാനും അതുപോലെ തന്നെ നല്ല കറുപ്പ് നിറം നൽകാനും മുടി കൊഴിച്ചിൽ മാറ്റാനും ഇത് സഹായിക്കുന്നു. ആയുർവേദത്തിൽ കേശ സംരക്ഷണത്തിനുള്ള ഭൃങ്ങാതി, നീലിഭൃങ്ങാതി തുടങ്ങിയ എണ്ണകളിലെ പ്രധാന ചേരുവയാണ്. ചിലതരം ചെറു വിഷങ്ങൾ ഇല്ലാതാക്കുന്നതിനും ഈ ചെടിക്ക് പ്രത്യേക കഴിവുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വീട്ടിൽ തന്നെ ചേരുവകൾ ഉപയോഗിച്ച് മുടിയുടെ ആരോഗ്യത്തിന് മികച്ച എണ്ണ നമുക്ക് തയ്യാറാക്കാവുന്ന. നീലയാമരിയുടെ ഇല, അത് 1 കപ്പ് അതിൻ്റെ ജ്യൂസ് അത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് നമ്മൾ എടുക്കുക. പിന്നെ നമ്മൾ കയ്യൂന്നി ഏറ്റവും നല്ലതാണ്, അതും എടുക്കുക. അതൊക്കെ അവനവൻ്റെ ആവശ്യത്തിനുള്ള എടുക്കുക. നെല്ലിക്ക അതെടുക്കുക. ശുദ്ധമായ വെളിച്ചെണ്ണ 2 കപ്പ് നമുക്ക് ആവശ്യമുള്ള. കറ്റാർ വാഴ കൂടെ ചേർത്താൽ ഏറ്റവും നല്ലതാണ്. ഇരട്ടി മധുരവും കൂടെ ചേർത്താൽ നല്ലതാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളത് മിശ്രിതം ഉണ്ടാക്കുക. ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഇരുമ്പ് ചട്ടിയാകണം, വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലെ നീരുകൾ ചേർക്കുക. അതിലേക്ക് നീലയാമരി, കയ്യൂന്നി, നെല്ലിക്ക എന്നിവയുടെ നീര് ചേർത്ത് നന്നായി ഇളക്കുക. ഇരട്ടി മധുരവും പൊടിച്ച് അല്പം വെള്ളത്തിൽ ചാലിച്ച് എണ്ണ ഇതിലേക്ക് ഒഴിക്കുക. ഈ മിശ്രം ചെറിയ തീയിൽ വെച്ച് തിളയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം, നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. പാകം നോക്കുക. എണ്ണയിലെ വെള്ളത്തിൻ്റെ അംശം മുഴുവൻ വറ്റി അടിയിലെ നമ്മൾ എന്തുവാണ് അരച്ച ഇട്ടതെല്ലാം കൂടെ ഒരു കക്കൻ എന്ന് പറയും, അതൊരു മണൽപ്പരുവാകുമ്പോൾ നമുക്കത് പൊടിക്കാവുന്ന രീതിയിലാകുമ്പോൾ നമുക്കറിയാം. ആ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ 2-3 കുരുമുളക് ഇട്ടാൽ മതി. ഒരു കുരുമുളക് പൊട്ടുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്, ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. എണ്ണ ചൂടാറിയ ശേഷം അരിച്ചെടുത്ത് ചെറുകുപ്പികളിലൊക്കെ വെച്ചാൽ നല്ലതാണ്. ഞാനും ഉണ്ടാക്കാറുണ്ടായിരുന്നു. നല്ലതാണ് മുടിക്ക്. എങ്ങനെയാണ് നമ്മൾ തലയിൽ തേക്കേണ്ടതെന്ന് ചോദിച്ചാൽ, അത് നമ്മൾ ദിവസവും രാവിലെ നമ്മൾ തേച്ച് പിടിപ്പിക്കണം ഈ എണ്ണ. ഏതാണെങ്കിലും നമ്മൾ തലയോട്ടി തേച്ച് പിടിപ്പിച്ചാൽ മാത്രമേ അതിന് പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. അല്ലാതെ നമ്മൾ ചുമ്മാ തേച്ച് കളഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. നീലയാമരിയുടെ പൊടി കൊണ്ട് നമുക്ക് കെമിക്കലുകളൊന്നും ചേർക്കാത്ത ഡൈ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും നമുക്ക് ഇത് ഉപയോഗിക്കുന്നതാണ്. അതിനായിട്ട് നീലയാമരി പൊടിയോടൊപ്പം ഹെന്നപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഡൈ തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് മുടിയിൽ തേച്ചാൽ മുടിക്ക് കറുപ്പ് നിറം കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നന്നായിട്ട് വെളുത്ത മുടിയൊക്കെ ഒന്ന് മാറുന്നതാണ്. അപ്പം അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡൈ ഇതിന് ദിവസവും നമ്മൾ ഒരിക്കൽ ഉപയോഗിക്കേണ്ടതാണ്. അപ്പം നമുക്കിത് നമ്മൾ തേക്കുന്നതിന് മുമ്പ് നമുക്ക് അലർജി ഉണ്ടോ എന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. ഷാമ്പു ഒന്ന് ഉപയോഗിച്ച് നമ്മൾ കഴുകരുത്. ഷാമ്പു ഉപയോഗിച്ച് കഴിയാൽ ഇത് പെട്ടെന്ന് പോകുമല്ലോ. അപ്പോൾ ഷാമ്പു ഉപയോഗിച്ച് നമ്മൾ ഇത് ഏകദേശം 1.5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണ്. പുളിയിലയോട് സദൃശമുള്ള ഇലകളും പിങ്ക് അല്ലെങ്കിൽ ചുവപ്പ് കലർന്ന പൂക്കളുമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ വേരുകൾ അന്തരീക്ഷത്തിലെ നൈട്രജനെ മണ്ണിൽ ലയിപ്പിക്കാനായിട്ടും ശേഷിയുള്ളതിനാൽ ഇത് വളരുന്ന മണ്ണ് കൂടുതൽ ഫലഭൂയിഷ്ടിയുള്ളതായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ആയുർവേദത്തിൽ ഇത് മികച്ചൊരു ലിവർ ടോണിക്കായും വിഷഹരിയായും സന്ധിവാതം, കഫക്കെട്ട് എന്നിവയ്ക്കുള്ള പ്രതിവിധിയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്.